ഹായ് ഫ്രണ്ട്സ്, പുതിയ ഉരുടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളാരും അറിഞ്ഞു കാണുമല്ലോ ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ അഫ്കാറ്റ് റിക്രൂട്ട്മെൻറ്റ് വന്ന കാര്യത്തെ പറ്റിയിട്ട്. അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചാനലിൽ ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും കണ്ടുനോക്കുക. വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ അഫ്കാറ്റ് എക്സാമിനേഷന് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, എന്താ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ അഫ്കാറ്റ് എൻട്രിക്ക് അപ്ലൈ ചെയ്യാനിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്തെടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ വരെ ബെല്ലൈക്കനിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. ഓൺലൈൻ വഴി www.afcat.cdsc.in ഈ ഒരു സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കാനുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോകാനുള്ള ഡയറക്റ്റ് ലിങ്ക് ഈ ഒരു ആർട്ടിക്കിളിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു ആർട്ടിക്കിൾ ഉപയോഗപ്പെടുത്തുക. ഈ ഒരു ആർട്ടിക്കിളിലെ ലിങ്ക് എന്തായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. ഈ ഒരു ആർട്ടിക്കിളിലെ അപ്ലൈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫിസറിങ് കാണാൻ സാധിക്കാം. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ അഫ്കാറ്റ് എക്സാമിനേഷന് അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. കഴിഞ്ഞ വർഷം നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു അക്കൗണ്ട് വഴി ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതല്ല. പുതുതായിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. എന്നാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു അഫ്കാറ്റിന് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ വർഷം അപേക്ഷിച്ച അഫ്കാറ്റിലെ നിങ്ങളുടെ അക്കൗണ്ട് വാലിഡ് ആയിരിക്കുന്നതല്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് അവിടെ സൈനപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു വെബ്സൈറ്റ് കാണാൻ സാധിക്കാം. അപ്പോൾ ഇവിടെ കുറച്ച് നിങ്ങളുടെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ പേരാണ്. അപ്പോൾ നിങ്ങളുടെ പേര് കൃത്യമായിട്ട് തന്നെ ആ ഒരു സെക്ഷനിൽ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ഐ ഡി അവിടെ നൽകുക. അതിനുശേഷം തൊട്ട് താഴെ നിങ്ങളുടെ മൊബൈൽ നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ അവിടെ കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക. അതിനുശേഷം വലത്തെ സൈഡിൽ ജനറേറ്റ് OTP എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ നൽകിയിട്ടുള്ള മൊബൈൽ നമ്പറിലേക്കും അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡിയിലേക്കും ഒരു OTP ലഭിക്കുന്നതാണ്. ആ ഒരു OTP തൊട്ട് താഴെ എൻ്റർ ചെയ്തിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. OTP എൻ്റർ ചെയ്ത ശേഷം തൊട്ട് താഴെ ഒരു ക്യാപ്ച കോഡ് കാണാൻ സാധിക്കുന്നതാണ്. ആ ഒരു ക്യാപ്ച കോഡ് തൊട്ടടുത്ത കോളത്തിൽ എൻ്റർ ചെയ്ത് സൈനപ്പ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു വെബ്സൈറ്റ് കാണാൻ സാധിക്കാം. അപ്പോൾ നിങ്ങൾ നൽകിയിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡിയിലേക്ക് സിസ്റ്റം ജനറേറ്റ് ചെയ്തിട്ടുള്ള ഒരു പാസ്വേഡ് ലഭിക്കുന്നതാണ്. ആ ഒരു പാസ്വേഡ് എടുത്താൽ മാത്രമായിരിക്കും ഇനി നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ വീണ്ടും ഹോം പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ആദ്യം നിങ്ങളുടെ സൈൻ ഇൻ എന്ന് പറയുന്ന സെക്ഷനിൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ പാസ്വേഡ് എന്ന സ്ഥലത്ത് നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡിയിലേക്ക് വന്നിട്ടുള്ള സിസ്റ്റം ജനറേറ്റ് ചെയ്തിട്ടുള്ള പാസ്വേഡ് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ ഒരു ക്യാപ്ച കോഡ് കാണാൻ സാധിക്കുന്നതാണ്. ആ ഒരു ക്യാപ്ച കോഡ് തെറ്റാതെ തന്നെ എൻ്റർ ചെയ്ത് സൈൻ ഇൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വെബ്സൈറ്റ് കാണാൻ സാധിക്കാം. സൈൻ ഇൻ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങളുടെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പാസ്വേഡ് അവിടെ റീസെറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വെബ്സൈറ്റ് കാണാൻ സാധിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷൻസാണ് കാണാൻ സാധിക്കുക. എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ഓൺലൈൻ ടെസ്റ്റ്, അതുപോലെ തന്നെ നാഷണൽ കാഡറ്റ് കോർപ്സ് സ്പെഷ്യൽ എൻട്രി. അപ്പോൾ രണ്ട് ഓപ്ഷൻസാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഇതിൽ ഏത് എൻട്രി വഴിയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നത് ആ ഒരു എൻട്രി സെലക്ട് ചെയ്യുക. ഇവിടെ ഇപ്പം എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ഓൺലൈൻ ടെസ്റ്റ് വഴി, അതായത് അഫ്കാറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യുന്നത്. NCC വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിർബന്ധമായിട്ടും NCCയുടെ C സർട്ടിഫിക്കറ്റ് എയർഫോഴ്സ് വിങ്ങിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ അഫ്കാറ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വെബ്സൈറ്റ് കാണാൻ സാധിക്കാം. അപ്പോൾ ഇവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ വായിച്ചു നോക്കുക. അതിനുശേഷം താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ചെറിയൊരു ടിക്ക് ബോക്സ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ ജസ്റ്റ് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വെബ്സൈറ്റ് കാണാൻ സാധിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. പേര് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. അടുത്തായിട്ട് അവിടെ ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ പേര് ഒഫീഷ്യലി ചേഞ്ച് ചെയ്തിട്ടുണ്ടെന്നാണ്. ആയിട്ടുള്ളവർ അവിടെ എസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ ഫാദേഴ്സ് നെയിം അതുപോലെ തന്നെ മദേഴ്സ് നെയിമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് രണ്ടും അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ ഐ ഡി അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വരുന്നതാണ്. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ സെക്കൻഡറി ഇമെയിൽ ഐ ഡി ചോദിച്ചിട്ടുണ്ട്. അത് ഓപ്ഷനിലാണ്, ഉള്ളവർ എൻ്റർ ചെയ്താൽ മതി. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ നാഷണാലിറ്റി അതുപോലെ തന്നെ മൊബൈൽ നമ്പർ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അവിടെ വരുന്നതാണ്. അതിൻ്റെ വലത്തെ സൈഡിൽ കാൻഡിഡേറ്റ്സ് വിസിബിൾ ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങളുടെ ബോഡിയിലുള്ള ഏതെങ്കിലും ഒരു ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് എൻ്റർ ചെയ്യുക. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ വിയറിംഗ് ഗ്ലാസസ്, അതായത് ഗ്ലാസസ് ഉപയോഗിക്കുമോ എന്നാണ്, അതായത് കണ്ണാടി ഉപയോഗിക്കുമോ എന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ളവർ അവിടെ എസ് എന്ന് എടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് എടുക്കുക. അതിനുശേഷം അടുത്ത വലത്തെ സൈഡിൽ ചോദിച്ചിരിക്കുന്ന ID പ്രൂഫ് ടൈപ്പാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ID പ്രൂഫ് അവിടെ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ആ ഒരു ID പ്രൂഫ് തന്നെ എക്സാമിനേഷന് പോകുന്ന ടൈമിൽ കൊണ്ടുപോകേണ്ടതാണ്.
അതിനുശേഷം തൊട്ട് താഴെ ID പ്രൂഫിൻ്റെ നമ്പർ ചോദിച്ചിട്ടുണ്ട്. ആ ഒരു നമ്പർ അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം PABT അല്ലെങ്കിൽ CPSS സ്റ്റാറ്റസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പാസ്ഡ് ആയിട്ടുള്ളവർ പാസ്ഡ് സെലക്ട് ചെയ്യുക, ഫെയിൽഡ് ആണെങ്കിൽ ഫെയിൽഡ് സെലക്ട് ചെയ്യുക, അപ്പിയർ ചെയ്തിട്ടില്ലെങ്കിൽ നോട്ട് അപ്പിയർഡ് സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ കൊമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉള്ളവർ അവിടെ എസ് എന്ന് എടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് എടുക്കുക. അതിനുശേഷം അടുത്ത വലത്തേ സൈഡിൽ ചോദിച്ചിരിക്കുന്ന ആർ യു സർവിങ് എയർമാൻ ഓഫ് IAF, അതായത് IAF ഇന്ത്യൻ എയർഫോഴ്സിൽ എയർമാനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ്. ഉള്ളവർ അവിടെ എസ് എന്ന് എടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് എടുക്കുക. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ ജെൻഡറാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ജെൻഡർ അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ മാരിജൽ സ്റ്റാറ്റസ് ആണ്. മാരിജൽ സ്റ്റാറ്റസ് ഓട്ടോമാറ്റിക്കായിട്ട് വന്നില്ല എങ്കിൽ നിങ്ങൾ അത് അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം അടുത്തായിട്ട് വെച്ചിരിക്കുന്നത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. അപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൺഫേം ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ സേവ് ആൻഡ് കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം കാണാൻ സാധിക്കാം. ഇവിടെ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ ലെവലാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് ഇൻറ്റഗ്രേറ്റഡ് പോസ്റ്റ് ഗ്രാജുവേഷന്, അതുപോലെ തന്നെ ഗ്രാജുവേഷന്, പോസ്റ്റ് ഗ്രാജുവേഷൻ എന്ന ഓപ്ഷൻസ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വെറും ഗ്രാജുവേഷൻ മാത്രമേ ഉള്ളെങ്കിൽ ഗ്രാജുവേഷൻ സെലക്ട് ചെയ്യുക. അതല്ല PG പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. അതല്ല ഇൻറ്റഗ്രേറ്റഡ് പോസ്റ്റ് ഗ്രാജുവേഷൻ ആണ് നിങ്ങൾ ചെയ്തിട്ടുള്ളെങ്കിൽ അത് സെലക്ട് ചെയ്യുക. ഇവിടെ ഇപ്പം ഗ്രാജുവേഷൻ ആണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് തൊട്ട് താഴെ എനേബിളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് എൻ്റർ ചെയ്യേണ്ടതാണ്. ഒന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് ഗ്രാജുവേഷൻ ലെവലാണ് ചോദിച്ചിരിക്കുന്നത്. ആ ഗ്രാജുവേഷൻ ലെവൽ എൻ്റർ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ അതിൻ്റെ തൊട്ട് വലത്തെ സൈഡിൽ വ്യൂ ഡീറ്റെയിൽസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പേജ് ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. അതിൽ ഗ്രാജുവേഷൻ ഓപ്ഷൻ A, ഗ്രാജുവേഷൻ ഓപ്ഷൻ B, ഓപ്ഷൻ C, ഗ്രാജുവേഷൻ ഓപ്ഷൻ D, അങ്ങനെ 4 ഗ്രാജുവേഷൻ്റെ ഓപ്ഷൻസിൻ്റെ ഡീറ്റെയിൽസ് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഏത് ഓപ്ഷന് കീഴിലാണ് വരുന്നതെന്ന് ആദ്യം ഫൈൻഡ് ചെയ്യുക. അതിനുശേഷം ആ ഒരു ഓപ്ഷനാണ് ആ ഒരു കോളത്തിൽ എൻ്റർ ചെയ്യേണ്ടത്. ഇവിടെ ഇപ്പം ഇത് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വീണ്ടും മെയിൻ പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇവിടെ ഗ്രാജുവേഷൻ ലെവലിൻ്റെ അവിടെ നിങ്ങൾ ഏത് ഓപ്ഷനിലാണോ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരുന്നത് അത് ഇവിടെ സെലക്ട് ചെയ്യുക. ഇവിടെ ഇപ്പം ഗ്രാജുവേഷൻ ലെവൽ ഗ്രൂപ്പ് C ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം തൊട്ട് താഴെ ഗ്രാജുവേഷൻ ക്വാളിഫിക്കേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ വലത്തെ സൈഡിൽ ഏത് സ്ട്രീം ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ ഗ്രാജുവേഷൻ കോഴ്സ് ഡ്യൂറേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. 3 വർഷത്തെ ആണെങ്കിൽ 3 വർഷം അവിടെ എൻ്റർ ചെയ്യുക. അതല്ല 4 വർഷത്തെ ആണെങ്കിൽ 4 വർഷം അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം വലത്തെ സൈഡിൽ ഗ്രാജുവേഷൻ കോളേജ് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നെയിമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എൻ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഗ്രാജുവേഷൻ എന്നാണോ ലഭിച്ചത് ആ ഒരു ഡേറ്റ് എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴത്തേക്ക് വരുമ്പോൾ ഗ്രാജുവേഷൻ്റെ പെർസെൻറ്റേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര പെർസെൻറ്റേജ് ഉണ്ടോ അത് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം വലത്തെ സൈഡിലായിട്ട് ചോദിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ബാക്ക്ലോഗ്സ് ഉണ്ടോ എന്നാണ്. ഉള്ളവർ അവിടെ എസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ +2 ക്വാളിഫിക്കേഷൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിർബന്ധമായിട്ടും +2 ക്വാളിഫിക്കേഷൻസ് എൻ്റർ ചെയ്തിരിക്കേണ്ടതാണ്. ഒന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് +2 ആകെ എത്ര പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ അത് അവിടെ ഫസ്റ്റ് കോളത്തിൽ എൻ്റർ ചെയ്യുക. അതിൻ്റെ വലത്തെ സൈഡിലായിട്ട് ചോദിച്ചിരിക്കുന്നത് ഫിസിക്സ് പെർസെൻറ്റേജ് ആണ്. അതായത് +2 ഫിസിക്സ് എക്സാമിന് എത്ര പെർസെൻറ്റേജ് മാർക്ക് ഉണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ അത് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം അടുത്തായിട്ട് വെച്ചിരിക്കുന്നത് മാത്തമാറ്റിക്സ് പെർസെൻറ്റേജ് ആണ്. അപ്പോൾ നിങ്ങളുടെ മാത്തമാറ്റിക്സ് എക്സാമിനേഷന് +2 ലഭിച്ച പെർസെൻറ്റേജ് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ഇന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ സേവ് ആയിരിക്കുന്നതാണ്. ഇനി അടുത്തായിട്ട് വെച്ചിരിക്കുന്നത് നിങ്ങളുടെ കോഴ്സ് പ്രിഫറൻസ് ആണ്. അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈലിന് എലിജിബിൾ ആയിട്ടുള്ള പോസ്റ്റുകളെല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ആപ്ലിക്കബിൾ കോഴ്സസ് എന്ന് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ വലത്തെ സൈഡിൽ ഓപ്റ്റഡ് കോഴ്സ് പ്രിഫറൻസ് എന്ന് കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് പോസ്റ്റ് വേണമോ അത് സെലക്ട് ചെയ്ത് നിങ്ങളുടെ പ്രിഫറൻസ് വെക്കുക. അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യം കാണാൻ സാധിക്കാം. ഇവിടെ അഡീഷണൽ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്നത് ഡു യു ഹാവ് NCC എയർ വിങ് C സർട്ടിഫിക്കറ്റ്, അതായത് NCC സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നാണ്. ഉള്ളവർ അവിടെ എസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. അതിനുശേഷം അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് ഹാവ് യു അപ്പിയർഡ് ഇൻ AFSB അല്ലെങ്കിൽ SSB ഇൻ്റർവ്യൂ എന്നാണ്. അതായത് എയർഫോഴ്സിൻ്റെ ഇൻ്റർവ്യൂ അല്ലെങ്കിൽ SSBയുടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ എന്നാണ്. ഉള്ളവർ അവിടെ എസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. എസ് എന്ന് കൊടുക്കുന്നവർ ഇൻ്റർവ്യൂവിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം എൻ്റർ ചെയ്യേണ്ടതാണ്. അതിനുശേഷം അതിൻ്റെ തൊട്ട് താഴെ ഗേറ്റ് എക്സാമിനേഷന് അപ്പിയർ ചെയ്തിട്ടുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉള്ളവർ അവിടെ എസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഹൗ ഡിഡ് യു കം ടു നോ അബൌട്ട് ഓപ്പണിങ്സ്, അതായത് ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ നോളജ് അല്ലെങ്കിൽ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് അറിവ് എവിടെ നിന്നാണ് ലഭിച്ചത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഏതെങ്കിലും ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വെബ്സൈറ്റ് കാണാൻ സാധിക്കാം. ഇവിടെ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് പെർമനൻറ്റ് അഡ്രസ്സാണ്. അപ്പോൾ നിങ്ങളുടെ അഡ്രസ്സ് കൃത്യമായിട്ട് തന്നെ ഈ സെക്ഷനിൽ എൻ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ വലത്തെ സൈഡിലായിട്ട് വെച്ചിരിക്കുന്നത് സ്റ്റേറ്റ് സെലക്ട് ചെയ്യാനാണ്. അപ്പോൾ നിങ്ങളുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഡിസ്ട്രിക്റ്റ് അല്ലെങ്കിൽ സിറ്റി സെലക്ട് ചെയ്യുക.
അതിനുശേഷം സബ് ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ പിൻകോഡാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പിൻകോഡ് കറക്റ്റായിട്ട് തന്നെ ആ ഒരു കോളത്തിൽ എൻ്റർ ചെയ്യുക. അതിനുശേഷം നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ എൻ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ലാൻഡ് ലൈൻ മൊബൈൽ നമ്പർ ചോദിച്ചിട്ടുണ്ട്. അത് ഓപ്ഷനാണ്, ഉള്ളവർ മാത്രം എൻ്റർ ചെയ്താൽ മതി. അതിനുശേഷം അതിൻ്റെ വലത്തേ സൈഡിലായിട്ട് ആധാറിൻ്റെ നമ്പർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും ആധാർ കാർഡിൻ്റെ നമ്പർ അവിടെ എൻ്റർ ചെയ്യേണ്ടതാണ്. അതിനുശേഷം തൊട്ട് താഴെ കറസ്പോണ്ടൻ്റ് അഡ്രസ്സും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2 അഡ്രസ്സും നിങ്ങൾ സെയിം ആണെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു ബോക്സ് കാണാൻ സാധിക്കുന്നതാണ്. ചെക്ക് ഇഫ് യു ആർ പെർമനൻറ്റ് അഡ്രസ് ഈ സെയിം ആസ് കറസ്പോണ്ടൻ്റ് അഡ്രസ്സ്. ജസ്റ്റ് ആ ഒരു ബോക്സിൽ ഒന്ന് ടിക്ക് ചെയ്ത് കൊടുത്താൽ എളുപ്പത്തിൽ ഫില്ല് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതല്ല ഡിഫറൻ്റ് ആണെങ്കിൽ നിങ്ങൾ സെപ്പറേറ്റ് എൻ്റർ ചെയ്യേണ്ടതാണ്. അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ടിപ്സ് ആയിരിക്കും കാണാൻ സാധിക്കാം. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നിങ്ങളുടെ ഫോട്ടോയെ, സിഗ്നേച്ചർ, ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ അപ്ലോഡ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങളും ഈ ഒരു സെക്ഷനിൽ അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്ത ശേഷം സേവ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ ലൈവ് ഫോട്ടോഗ്രാഫി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങൾ ലൈവായിട്ടൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഫോട്ടോ എടുക്കുന്നതിനായിട്ട് വലത്തെ സൈഡിൽ സ്റ്റാർട്ട് ക്യാമറ എന്നൊരു കാണാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ ഫോട്ടോ സെലക്ട് ചെയ്യുക. അതിനുശേഷം സേവ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ ഡിക്ലറേഷൻ ബൈ ദ കാൻഡിഡേറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അവിടെ ഒരു ആദ്യം ടിക്ക് ബോക്സ് കാണാൻ സാധിക്കുന്നതാണ്. ആ ഒരു ടിക്ക് ബോക്സ് ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ ഒരു ഡിക്ലറേഷൻ്റെ താഴെ നിങ്ങളുടെ പ്ലേസ് എൻ്റർ ചെയ്യേണ്ടതുണ്ട്. അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ടിപ്സ് ആയിരിക്കും കാണാൻ സാധിക്കുക. എക്സാം സിറ്റി പ്രിഫറൻസ് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് 5 സെൻറ്റർ വരെ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനായിട്ട് നിങ്ങൾ ആദ്യം സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം സിറ്റി സെലക്ട് ചെയ്യുക. അങ്ങനെ 5 എക്സാം സെൻറ്റർ വരെ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. കേരളത്തിലും എക്സാം സെൻറ്റർ ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും കാണാൻ സാധിക്കാം. അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിവ്യൂ ആണ് ഈ ഒരു സെക്ഷനിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ വായിച്ചു നോക്കുക. എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കുന്നതാണ്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭിക്കുന്നതല്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് വായിച്ച് നോക്കിയ ശേഷം താഴത്തേക്ക് വരുമ്പോൾ വലത്തേ സൈഡിൽ സേവ് ആൻഡ് പ്രൊസീഡ് ടു പേയ്മെൻറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ടിപ്സായിരിക്കും കാണാൻ സാധിക്കാം. അപ്പോൾ ഇവിടെ പേയ്മെൻറ്റ് ചെയ്യാനുള്ള സെക്ഷനാണ് വന്നിരിക്കുന്നത്. നിർബന്ധമായിട്ടും എല്ലാ കാൻഡിഡേറ്റ്സും പേയ്മെൻറ്റ് ചെയ്തിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്വീകരിക്കുകയുള്ളൂ. ഫീസ് അടയ്ക്കുന്നതിനായിട്ട് പേയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് തന്നെ നിങ്ങളുടെ പേയ്മെൻറ്റ് പേജിലേക്ക് പോകുന്നതാണ്. അവിടെ നിങ്ങൾക്ക് എളുപ്പത്തിൽ ഫീസ് അടയ്ക്കാൻ സാധിക്കുന്നതാണ്. ഫീസ് അടച്ച ശേഷം ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ടും അവിടെ നിന്ന് എടുക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെയാണ് അഫ്കാറ്റ് എക്സാമിനേഷന് അപേക്ഷിക്കേണ്ട ശരിയായ രീതി. അപ്പോൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ബട്ടൺ അപേക്ഷിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.